ഹായ് ഫ്രണ്ട്സ്, കോവക്ക കേടുകൂടാതെ നല്ലതുപോലെ തഴച്ച് വളരാൻ വേണ്ടി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ആദ്യമൊന്നും എൻ്റെ അടുത്ത് കോവക്കയൊന്നും അതുപോലെ പിടിക്കില്ലായിരുന്നു. പിന്നെ നമുക്ക് കോവക്ക നടുമ്പോൾ നമ്മൾ തണ്ടാണ് നടണമെങ്കിൽ അധികം മൂപ്പത്താത്ത തണ്ട് വേണം കേട്ടോ നമുക്ക് കുത്താൻ വേണ്ടി. പിന്നെ അധികം വെള്ളം ഒഴിച്ച് കൊടുക്കരുത്, അത് പിടിച്ച് വരണ വരെയും. പിന്നെ നല്ലതുപോലെ പിടിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് പന്തലിട്ട് കൊടുക്കണം. അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. അതിൻ്റെ ആ വള്ളി വരുന്നതിനനുസരിച്ച് നമ്മൾ നല്ലതുപോലെ പന്തലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അത് പടരും കേട്ടോ. പിന്നെ അതിൻ്റെ ലീഫിലൊക്കെ എല്ലാ ദിവസവും പുഴുക്കൾ വരുന്നുണ്ടോ നോക്കി അതൊക്കെ നമ്മൾ നുള്ളിക്കളയണം, കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ നല്ലതുപോലെ കായ്കൾ ഉണ്ടാവട്ടെ. പിന്നെ പെസ്റ്റിസൈഡ്സ് ഒന്നും അങ്ങനെ യൂസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ കടക്കൽ നമുക്ക് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാണകപ്പൊടി, പിന്നെ കഞ്ഞി വെള്ളം നല്ല ചൂട് സമയമാണെങ്കിൽ 2 നേരം നല്ലതുപോലെ നനച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല രീതിയിൽ 1.5 ഇടവിട്ട് ഇപ്പോൾ എനിക്ക് കോവക്ക പറിക്കാൻ കിട്ടും കേട്ടോ. അതാണ് ഒരു കോവക്കയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1.5 ദിവസം ഇടവിട്ട് നമുക്കിങ്ങനെ പറിക്കാൻ നല്ലതുപോലെ ഉണ്ടായിരിക്കും. ഇതിപ്പോൾ നല്ല ഉണ്ടക്കോവക്കയാണ് എൻ്റെ അടുത്ത് ഉണ്ടായേക്കണത്. നമുക്ക് അധികം അങ്ങനെ കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ടെറസിൻ്റെ മുകളിലേക്കാണ് ഞാൻ കയറ്റി വിട്ടേക്കണത്. തൈയായിട്ട് നമുക്കിപ്പോൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അതുകൊണ്ട് ഇപ്പോൾ കുറേ കോവക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്താൽ മതി. വെയിൽ സമയത്ത് 2 നേരം എന്തായാലും നനച്ച് കൊടുക്കണം കേട്ടോ.